ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 8. പരമപദപ്രാപ്തി. ശ്ലോകം 23, പേജ് നമ്പർ 457. യത്ര കാലേ ത്വനാവൃത്തിമാവൃത്തിം ചൈവ യോഗിനഃ പ്രയാതാ യാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. പദാനുപദം. യത്ര കാലേ തു ഏതു കാലത്തിലാകട്ടെ, പ്രയാതാഹ ശരീരമുപേക്ഷിച്ച, യോഗിനഃ പലതരം യോഗികൾ, അനാവൃത്തിം പുനർജന്മമില്ലായ്മയെയും, ആവൃത്തിം ഏവ ച പുനർജന്മത്തെയും, യാന്തി പ്രാപിക്കുന്നു. ഭരതർഷഭ ഹേ ഭരതർഷഭ, തം കാലം ആ കാലത്തെ, വക്ഷ്യാമി ഞാൻ പറഞ്ഞു തരാം. വിവർത്തനം. ഹേ ഭരതശ്രേഷ്ഠ, ഏതേതു കാലങ്ങളിൽ ദേഹത്യാഗം ചെയ്യുന്ന യോഗിക്ക് പുനർജന്മം വേണ്ടിവരില്ല എന്നും ഏതേതു കാലങ്ങളിലായാൽ വീണ്ടും ജനിക്കണമെന്നുമുള്ളത് ഇനി നിന്നോട് പറഞ്ഞു തരാം. ഭാവാർത്ഥം. ഭഗവാന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത ശുദ്ധഭക്തന്മാർ തങ്ങളുടെ മരണം എപ്പോൾ എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. അവരതെല്ലാം ഭഗവാനെ ഏൽപ്പിച്ച് സന്തുഷ്ടരായി നിഷ്പ്രയാസം ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോകുന്നു. ശുദ്ധഭക്തരല്ലാത്ത കർമ്മജ്ഞാനഹഠയോഗാദി സാക്ഷാത്കാര പദ്ധതികളിലേർപ്പെടുന്നവർക്കാകട്ടെ ജനിമൃതികളുള്ള ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനുതകുന്ന സമയത്ത് ദേഹത്യാഗം ചെയ്യേണ്ടതുണ്ട്. തികവുറ്റ യോഗിക്ക് ഭൗതികദേഹം ഉപേക്ഷിക്കാനുള്ള സമയവും പരിതസ്ഥിതിയും സ്വയം തിരഞ്ഞെടുക്കാൻ കഴിയും. അത്രയും പരിപൂർണത നേടിയിട്ടില്ലാത്ത ഒരാൾക്കുള്ള വിജയം യാദൃശ്ചികമായി അനുയോജ്യമായ അവസരത്തിൽ മരണം സംഭവിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. പുനർജന്മമില്ലാത്ത വിധത്തിൽ ദേഹത്യാഗം ചെയ്യുവാൻ അനുയോജ്യമായ സമയത്തെപ്പറ്റി ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ബലദേവ വിദ്യാഭൂഷണൻ എന്ന ആചാര്യൻ്റെ അഭിപ്രായമനുസരിച്ച് കാലം എന്ന സംസ്കൃത പദം വിവക്ഷിക്കുന്നത് സമയദേവതയെയാണ്. ഹരേ കൃഷ്ണ.